മനുഷ്യർക്ക് ചന്ദ്രൻ പണ്ടേ ഒരു കൗതുക വസ്തുവാണ്. US-ലെ നാസ മുതലുള്ള ബഹിരാകാശ ഏജൻസികൾ ചന്ദ്രനിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും എന്നതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി. അതിൽ വ്യാജ പ്രചരണങ്ങളും കെട്ടുകഥകളും ധാരാളമുണ്ടായിരുന്നു. ചന്ദ്രൻ അകം പൊള്ളയായ ഗോളമാണെന്നും ഉള്ളിൽ അന്യഗ്രഹ ജീവികളുണ്ടെന്നുമൊക്കെ ഇടയ്ക്ക് പ്രചരണങ്ങളുണ്ടായിരുന്നു. മൂൺഫോൾ എന്നൊരു സിനിമ പോലും ഈ പ്രമേയത്തിലിറങ്ങി. അരനൂറ്റാണ്ട് മുൻപ് US നടത്തിയ ചന്ദ്രയാത്ര പോലും കള്ളമാണെന്ന് പറയുന്ന നിഗൂഢവാദക്കാരുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ കഥയാണ് ദ ഗ്രേറ്റ് മൂൺ ഹോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 25 ന്യൂയോർക്ക് സൺ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച 6 ലേഖനങ്ങളുള്ള പരമ്പരയിൽ നിന്നാണ് ഇത് സംബന്ധിച്ച കഥ പുറത്തിറങ്ങിയത്. എഡിൻബർഗ് ജേണൽ ഓഫ് സയൻസ് എന്ന പ്രശസ്ത ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച ശാസ്ത്ര പ്രബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയെന്ന വ്യാജേന ഡോക്ടർ ആൻഡ്രൂ ഗ്രാന്റ് എന്നയാളാണ് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചത്. സർ ജോൺ ഹെർഷൽ എന്ന പ്രശസ്തനായ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞന്റെ കൂട്ടുകാരനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഡോക്ടർ ആൻഡ്രൂ ഗ്രാന്റ് ലേഖനം എഴുതിയത്. 1834 ഹെർഷൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ ഒരു ടെലിസ്കോപ്പ് സ്ഥാപിച്ചിരുന്നു. ഈ ടെലിസ്കോപ്പിൽ നടത്തിയ പരീക്ഷണത്തിൽ ഹെർഷൽ ഞെട്ടിപ്പിക്കുന്ന കുറെ കണ്ടെത്തലുകൾ നടത്തിയത്രേ. കൊമ്പുള്ള കുതിരകൾ, 2 കാലിൽ നടക്കുന്ന ബീവറുകൾ, പടർന്നു പന്തലിച്ച സസ്യങ്ങൾ, രത്നങ്ങൾ നിറഞ്ഞ കുഴികൾ എന്നിവയെല്ലാം ചന്ദ്രനിലുണ്ട് എന്ന് അതിലുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൗതുകകരമായ വാദം ചന്ദ്രനിലുള്ള ഒരു കൂട്ടം ജീവികളെ പറ്റിയായിരുന്നു. വവ്വാലിനെ പോലെ ചിറകുള്ള മനുഷ്യരൂപികൾ ചന്ദ്രനിലുണ്ട് എന്ന് ലേഖനം എഴുതി വെച്ചു. ഈ ലേഖനങ്ങൾ പിന്നീട് വലിയ ജനപ്രീതി നേടി. എന്നാൽ ഇവയൊന്നും സത്യമല്ലായിരുന്നു. ഡോക്ടർ ആൻഡ്രൂ ഗ്രാന്റ് എന്ന എഴുത്തുകാരനും യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. തമാശ രീതിയിൽ പത്രത്തിലെ ഒരു റിപ്പോർട്ടർ എഴുതിയ ലേഖനമാണിതെന്ന് പിന്നീട് ന്യൂയോർക്ക് സൺ പത്രം അറിയിച്ചു. എന്നാൽ ശാസ്ത്രലോകത്തെ പ്രമുഖരെ ഉൾപ്പെടെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു അക്കാലത്ത് ഈ ലേഖനം.